ഹലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വരുന്നത് തിരുവനന്തപുരത്ത് നമുക്ക് രായമ്മ, അതൊരു യൂട്യൂബറുണ്ട്. അവരോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവരിതിന് മറുപടി തരില്ല എന്നെനിക്കറിയാം. തന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാനിതിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ന്യായമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അവരോട് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും വന്ന് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നിട്ടും എന്നെ നിരന്തരം ചൂഷണം ചെയ്യുന്നു എന്നിങ്ങനെ വന്ന് പൊതുസമൂഹത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കവിടെ ഒരു മഹലുണ്ടാകുമല്ലോ, നിങ്ങൾക്കൊരു മഹൽ എന്തായാലും ഉണ്ടാകുമല്ലോ. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല? ഇന്ന സ്ത്രീ അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തി നിരന്തരമായി എന്നെ ജാതി അധിക്ഷേപിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ മഹലിലുള്ളവർ ഇതിന് ഒരു പരാതി എടുക്കാതിരിക്കില്ലല്ലോ. അവരതിനൊരു നടപടി എടുത്ത് ഈ പറയുന്നവർക്ക് അതിനുള്ള ശിക്ഷാ നടപടികൾ വാങ്ങിക്കൊടുക്കില്ലേ? അതായത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അതേ ഏത് വർഷമാണെന്ന് വെച്ചാൽ ആ വർഷം മുതൽക്ക് നിങ്ങൾക്ക് ആ മഹലുമായി ബന്ധമുണ്ടാവുമല്ലോ. അല്ലാതെ വെറുതെ നമ്മൾ വന്ന് തലയിൽ തട്ടമിട്ടുകൊണ്ട് ഇസ്ലാമാകില്ല. ഇസ്ലാമിനൊരു മാനദണ്ഡങ്ങളുണ്ട്. അത് വെറുതെ വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അത് ക്ലാരിറ്റിയോട് തന്നെ നമ്മൾ പറയണം. അതായത് ഈ നിങ്ങളുടെ ചില ഫോട്ടോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില യൂട്യൂബേഴ്സൊക്കെ നിങ്ങളുടെ ഇറക്കിയപ്പോൾ, അന്നേരം അതിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു മുസ്ലിമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അമ്പലത്തിലല്ലേ കല്യാണം കഴിച്ചതായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ നിക്കാഹ് ചെയ്ത് കഴിച്ച ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നിങ്ങൾ ചേർന്നോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇസ്ലാമിനൊക്കെ കുറേ മാനദണ്ഡങ്ങളില്ലേ? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാതെ യാതൊന്നുമല്ല, ഇതൊരു മറ്റൊന്നുമായിട്ട് എടുക്കേണ്ടതല്ല. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ നിങ്ങൾക്കത് തെളിയിക്കാമല്ലോ. നിങ്ങൾ ഇപ്പോൾ നിലവിൽ മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത്. അതിൽ 6 മക്കളുണ്ട്. അപ്പോൾ ആ മക്കൾ മദ്രസയിൽ പോകുന്നുണ്ടോ? അപ്പോൾ മദ്രസ ഏതാണ് എന്നൊക്കെ അറിയാം. നിങ്ങൾ എന്തുകൊണ്ട് ക്ലാരിറ്റിയോടെ വന്ന് വീഡിയോ ചെയ്യുന്നില്ല? ബാക്കി എല്ലാ വീഡിയോസും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ മഹലിൽ പരാതി കൊടുക്കുന്നില്ല? അപ്പോൾ എന്താ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു തെളിവില്ലയോ? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു അടുത്തൊരു യൂട്യൂബിൽ പോയി ഒരാളുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ടപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ ഞാൻ എന്തോ ഉദ്യോഗസ്ഥന് പരാതി കൊടുത്തില്ലയോ എന്നൊരു ചോദ്യം കൂടി നിങ്ങൾ ചോദിച്ചു. ഞാൻ ഉദ്യോഗസ്ഥന് പരാതി കൊടുത്താൽ അതത്ര വലിയ ശിക്ഷയായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. കാര്യം പടച്ചവൻ തന്നെയാണ് നിങ്ങൾക്ക് ശിക്ഷ നൽകേണ്ടത്. അവിടെ പ്രതിപാദിച്ചത് മുഴുവനും നിങ്ങൾക്ക് അന്നേരം നിങ്ങൾ വന്ന് പറഞ്ഞത് ഫുള്ളും ഓർക്കുക. ആ ലൈവ് എടുത്തു വെച്ച് നോക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീകളെ ആരെന്ത് പറഞ്ഞാലും പടച്ച റബ്ബായ തമ്പുരാൻ ശിക്ഷിച്ചിരിക്കും. അത് യാതൊരു സംശയവുമില്ല. ഞാനിതിൽ പ്രതിപാദിക്കുന്നത് ഈ നജില എന്ന് പറയുന്നവർക്ക് ഞാൻ സപ്പോർട്ടായിട്ടല്ല ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ളത്. അവർ ചെയ്യുന്ന തെറ്റും ഞാൻ എടുത്ത് ഞൂണ്ടിയിട്ടുണ്ട്. ആരുടെ തെറ്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിരന്തരം അവർക്ക് നേരെ വീഡിയോ ചെയ്യുന്നു. അതെന്തുകൊണ്ട്? നിങ്ങൾക്ക് വേറൊരു കണ്ടൻറ് ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്ത എന്തെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ നജിലയ്ക്കെതിരെ ഒരു കുട്ടി വന്ന് ചെയ്യുന്നു. നിങ്ങൾ ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തു. ആ കുട്ടിക്ക് താഴെ ഞാൻ പോകുമ്പോൾ അവിടെയും നിങ്ങൾ വന്നു. അതെന്തുകൊണ്ടാണ്? എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും ചെയ്യാനായിട്ട്, അല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് എന്തും ചെയ്യാൻ. വായിൽ വരുന്നത് എല്ലാവരെയും പറയരുത്. ഇപ്പോൾ നിങ്ങളുടെ മകളെക്കുറിച്ച് പറഞ്ഞതിൽ എനിക്കും ഒരുപാട് സങ്കടമുണ്ട്. അതേ പ്രായത്തിലുള്ള ഒരു മോൾ എനിക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഒരു മക്കളെക്കുറിച്ച് നമ്മൾ പ്രൂഫില്ലാതെ യാതൊരു കാര്യവും പറയാൻ പാടില്ല. പ്രൂഫുള്ളത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി പറയേണ്ടത്. അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ പ്രൂഫ് ഉണ്ടായിരിക്കാം. യൂട്യൂബിലൂടെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ തള്ളി തീർക്കുക. അല്ലാതെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്.
അതൊരു വലിയ പ്രയാസത്തിലാവും. കാരണം കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ലൈഫുണ്ട്. അത് വെച്ചൊന്നും ഒരിക്കലും നമ്മൾ കളിച്ചുകൂടാ. ഒരു മാതാപിതാക്കൾക്കും ഈ ഗതി ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അടി അത് കാണുമ്പോഴുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളായാലും വലിയ കുഞ്ഞുങ്ങളായാലും ഈ വരുമാനം കൊണ്ട് എന്താ നമ്മൾ സമ്പാദിക്കുന്നു? ഒന്നും വേണ്ട. മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ നിങ്ങൾ നോക്കുക. ഇത് വലിയൊരു പോരിൽ അവസാനിച്ചു. എന്താ ഇപ്പോൾ ഈ രായമ്മ എന്ന് പറയുന്നത് വലിയൊരു കുട്ടിയാണ് അവർക്കുള്ളത്. മറ്റവരുടേത് 11 വയസ്സായ കുഞ്ഞ്. ഇപ്പോൾ എന്തായി മാറിയ 2 കുഞ്ഞുങ്ങളും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നാറേണ്ടി വന്നു. 2 കുഞ്ഞുങ്ങളും, ഒരാളല്ല 2 മക്കളും മാറേണ്ടി വന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രയാസത്തിലോട്ടായിരിക്കും പോകേണ്ടി വരുന്നത്. ഇതെൻ്റെ എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാതാപിതാക്കളും വരുമാനത്തിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയും ഇങ്ങനെയൊന്നും ഇറങ്ങിത്തിരിക്കാതെ ഇരിക്കട്ടെ.